അങ്ങനെ നടപ്പന്തലെത്തി. ഇത് നമ്മൾ നടപ്പന്തൽ വഴി കയറി സ്റ്റേജിൻ്റെ അവിടെ വന്നിട്ട് ആ വലത്തെ സൈഡ് ഭാഗമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. ഇത് നടപ്പന്തലിൻ്റെ കയറി വരുമ്പം ഇടത്തെ സൈഡിൽ നമ്മൾ ഇരിക്കുകയും മൊബൈൽ ചാർജ് ചെയ്യാനൊക്കെ വെക്കുകയൊക്കെ ചെയ്യുന്നതിന് നേരെ മുകൾ നിലയാതെ അവിടെ അയ്യപ്പന്മാർക്ക് വിരിച്ച് ഉറങ്ങാനും ഉള്ള സൗകര്യമുണ്ട്. ഇനി വരുന്നവർ അതിൻ്റെ മുകളിൽ വേണേലും കയറി കിടന്നുറങ്ങാം. അവിടെ മഴ പെയ്താലും പ്രശ്നമില്ല. മണ്ടയിലെ ഷീറ്റൊക്കെ ഇട്ട് നല്ല ഇതിലാക്കിയിട്ടേക്കുന്നത്. സ്വാമി സമയപ്പോൾ ഇത് നമ്മൾ 18-ാം പടിയുടെ ആ നിരന്ന ആ ഭാഗത്തോട്ട് കയറുമ്പോൾ, അല്ലെങ്കിൽ നടപ്പന്തലിൻ്റെ ആ സ്റ്റേജിൻ്റെ അവിടെ നിന്ന് ആ ചെറിയൊരു കയറ്റം അങ്ങോട്ട് കയറി വലത്തോട്ട് കാണുന്ന ഒരു വഴിയാണ്. ഈ വഴിയെ 1 കിലോമീറ്ററോളം മേപ്പോട്ടുണ്ട്. വനത്തിൻ്റെ ബോർഡറിൽ ചെല്ലും. വനം കാണാൻ വേണ്ടി അതിൻ്റെ ബോർഡർ ഭാഗത്തൊന്നും പോകണ്ട. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ സിംഹം ഒഴികെ ബാക്കി എല്ലാ മൃഗങ്ങളും ഉള്ള ഒരു വനമേഖലയാണ്. ടൈഗർ റിസർവപ്പെട്ട സ്ഥലവുമാണ് ശബരിമല. അത് നമ്മൾ പമ്പയിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ അവിടെ ഫോറസ്റ്റിൻ്റെ നൈം ബോർഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വലിയ ഡിസൈൻ വർക്കൊക്കെ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. സ്വാമി ശരണയ്യപ്പ. ഇത് ഏകദേശം അതിൻ്റെ ഒരു നിരപ്പ് വരുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഭാഗങ്ങളാണ് ഇത്. നല്ല മഴക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴും മഴ ചാറുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമറയുടെ ലെൻസ് തുടച്ചാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ റോഡ് ഇന്ന് മുകളിൽ ചെല്ലും പോയിട്ടുണ്ട്. വേണ്ട, ഇതും സ്വാമിമാർക്കുള്ള വിശ്രമ കേന്ദ്രമാണ്. രാത്രിയിലോ പകലോ ആണേലും വന്ന് കിടക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ കിടന്നുറങ്ങാം. ഒരുപാട് എനിക്ക് ഒരു 10,000 അയ്യപ്പന്മാർക്ക് സുഖമായിട്ട് കിടക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ അങ്ങോട്ട് ആ ഇറങ്ങുന്ന ഇടത്തെ സൈഡിൽ ബാത്റൂമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ മുമ്പേ കാണിച്ച റോഡ് ആ മുകളിൽ ചെന്നിട്ട് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങുന്ന ഭാവം. ഇത് മാളികപ്പുറത്തിൻ്റെ പടിഞ്ഞാറ് സൈഡായിട്ട് ചെന്ന് ഇത് കയറുന്നു. ഇത് നമ്മൾ ആ മാളികപ്പുറത്തൊക്കെ ചെന്നിട്ട് ആ പടിഞ്ഞാറ് സൈഡ് ഭാഗങ്ങളായി കാണുന്നത്. ഇവിടെ ഹോട്ടലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നെയ്യഭിഷേകത്തിനുള്ള നെയ്യൊക്കെ മേടിക്കാനുള്ള പാത്രങ്ങളും എല്ലാം കിട്ടുന്ന കടകളും എല്ലാം ഉണ്ട്. ഇവിടെ ഒരുപാടില്ല വിശ്രമ കേന്ദ്രം ഉള്ളതുകൊണ്ട് ഒരുപാട് ഭക്തന്മാരൊക്കെ അവിടെ വരുന്നതാണ്. സ്വാമി ശരണയ്യപ്പ. ഇത് ശബരിമലയിൽ ആ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് കത്തിക്കുന്ന ഭാവമാണ്. കത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ചാല ഉള്ളിലോട്ടാണ് എൻ്റെ മിഷനറിയും കാര്യങ്ങളുമൊക്കെ. ഈ ഇറങ്ങിപ്പോകുന്ന മാളികപ്പുറത്തിൻ്റെ അവിടോട്ട് ചെല്ലുന്ന വഴിയാണ്. വേണ്ട, ഇതും വിശ്രമ കേന്ദ്രമാണ്. ഇതിൻ്റെ ഉള്ളു അത് വലിയൊരു ഹാളാണ്. മുമ്പേ ഞാൻ കാണിച്ചു നമുക്ക് വലിയൊരു ഹാളാണ്. അതിൻ്റെ അകത്ത് തന്നെ ബാത്റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് ഏത് ഭാഗമായിട്ട് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാളികപ്പുറത്തിൻ്റെ അവിടെ വന്നിട്ട് മണിമണ്ഡപം ആ ഒരു സൈഡിലാട്ടാണ് അത് വരുന്നത്. അല്ലെങ്കിൽ സിവിൽ ക്യൂ നിൽക്കുന്നത് ഇപ്പോഴല്ല, സീസണൊക്കെ ആയിക്കഴിഞ്ഞ് ഭയങ്കര തിരക്കുള്ളപ്പം കമ്പിയിട്ട് ഇങ്ങനെ നെടുകും കുറുകെ ഇട്ട് കയറ്റി വിടുന്ന ആ ഭാഗമായിട്ട് വരുന്നത്. സ്വാമി ശരണയ്യപ്പ. ഇതൊക്കെ തൊഴുതിട്ട് ഇറങ്ങി വന്ന് നെയ്ത്തേങ്ങ ഉടച്ച് നെയ്യൊക്കെ എടുത്ത് നെയ്യഭിഷേകത്തിന് കൊടുക്കാനുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുക അയ്യപ്പന്മാർ. സ്വാമി ശരണയ്യപ്പ. ഇത് നമ്മുടെ സിവിൽ ക്യൂ, നമ്മുടെ ആ മോളിൽ കാണുന്ന സിവിൽ ക്യൂ ആണ്.
അതായത് കെട്ടില്ലാതെ വന്ന് തൊഴുന്നത്. നല്ല നീണ്ട നിരയുണ്ട്, അങ്ങറ്റം വരെയുണ്ട്. അതായത് മാളികപ്പുറത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇത് മാളികപ്പുറത്തിൻ്റെ അവിടോട്ട് വരുമ്പം കയറി വരുമ്പം ഇടത്തോട്ട് കാണുന്ന ഉൾഭാഗമാണ്. ഉള്ളിലോട്ട് ഇതിൻ്റെ അകത്തൊക്കെ ലോഡ്ജും കാര്യങ്ങളും അത് ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത് പിന്നെ നെയ്യഭിഷേകത്തിന് കൊടുത്തവർ നിൽക്കുന്നതാണ്. നമ്മൾ അകത്ത് കയറി ടോക്കണൊക്കെ എടുത്ത് നെയ്യഭിഷേകത്തിന് എടുത്തിട്ട് നെയ്യുമായിട്ട് ഇവിടെ വരണം. ഇവിടെ വന്നിട്ടാണ് ക്യൂ നിന്ന് കയറി നെയ്യ് അഭിഷേകത്തിന് കൊടുക്കുന്നത്. അഭിഷേകത്തിന് കൊടുത്തിട്ട് നെയ്യ് അവിടുന്ന് കിട്ടും. അത് ഞാൻ കാണിക്കാം ഏത് ഭാഗത്തു നിന്നാണ് നെയ്യ് കിട്ടുന്നതെന്ന്. അഭിഷേകത്തിന് കൊടുത്ത് നല്ലൊരു സ്വാമി തെങ്ങ് വെക്കാൻ പോകുന്നു. 18 പ്രാവശ്യം വന്നവർ അവിടാണ് കൊണ്ട് തെങ്ങ് വെക്കുന്നത്. തെങ്ങ് വെക്കുന്നിടം കാണാം. ഇത് ഭസ്മക്കുളമാണ്. ഭസ്മക്കുളം മൊത്തത്തിലായിട്ട് ഞാൻ എടുത്തിട്ടില്ല. കാര്യം തന്നെ ഇങ്ങേ സൈഡിലൊക്കെ പോകാൻ വേറെ ലേഡീസും ഉണ്ട്, പിന്നെ കൊച്ചു പെൺകുട്ടികളും ഉണ്ട്. 5 വയസ്സ് 6 വയസ്സ്. ആ ഭാവം ഒന്നും എടുത്തിട്ടില്ല. ഒരു സൈഡ് ഭാവം മാത്രമേ എടുത്തിട്ടുള്ളൂ. വലിയൊരു കുളമാണ്. എല്ലാവർക്കും ഒന്നും അറിയത്തില്ല ഈ ഭസ്മക്കുളം. അതുകൊണ്ടാണ് അത്രയും ആളൊന്നും ഇല്ലാതെ അത്രയും കിടക്കുന്നത്. അല്ലാതെ എല്ലാവർക്കും ഭസ്മക്കുളം അറിയാമെന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ അടുക്കാൻ പറ്റത്തില്ല. കുളിയാറുടെ ബഹളമായിരിക്കും. അതുകൊണ്ട് ആ സ്റ്റെപ്പ് കാണുന്നതിൻ്റെ വലത്തെ സൈഡാണ് ആ തെങ്ങ് കൊണ്ട് വെക്കുന്നത്. അവിടെ ഒരാളുണ്ട്. ഇനി നമുക്ക് നടപ്പന്തലിൽ അയ്യപ്പന്മാരെയൊക്കെ കണ്ടുപോവാം. സ്വാമി ശരണമയ്യപ്പ. ഇതൊക്കെ തൊഴുത് ഇറങ്ങി വരുന്നവരാ. ലോളിക്കാർ അയ്യപ്പന്മാരെ കൊണ്ട് വിട്ടിട്ട് അവർക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരാ. ഇപ്പം സീസൺ സമയം അല്ലാത്തതുകൊണ്ട് ഒരാളെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ അവർ തൊഴുത് ഇറങ്ങി വരുമ്പം അവരെ തിരിച്ച് താഴെ കൊണ്ടുവിടണം. സീസൺ സമയമാകുമ്പം മേളോട്ട് കൊണ്ടുവരും. കൊണ്ടുവന്നിട്ട് അവർ അടുത്ത വരുന്ന അയ്യപ്പനെ കൊണ്ട് തിരികെ ഇറങ്ങി പോരും. എന്നിട്ട് അടുത്ത വേറെ ആൾക്കാരായിരിക്കും ഈ കൊണ്ടുവിട്ട ആളിനെ തിരികെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ സീസണൊന്നും അല്ലാത്തതുകൊണ്ട് കൊണ്ടുവരുന്ന ആൾ തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നത്. ഞാൻ ഡോളിക്കാരനോട് ചോദിച്ച് മനസ്സിലാക്കിയതാണ്. നല്ല തിരക്കുണ്ട്. ചിങ്ങം 1-ാം തീയതിയാണ്. സ്വാമി ശരണമയ്യപ്പ. പടി കയറാനെ കൊണ്ട് ക്യൂവിൽ നിൽക്കുന്ന ഭക്തന്മാരാണത്. സ്വാമി ശരണമയ്യപ്പ. ഇന്നലെ കർക്കിടക 31-ാം തീയതി ബ്രഹ്മവായന ചെയ്യുന്ന ശിവമണി അദ്ദേഹം ചിങ്ങം 1-ന് തൊഴാൻ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വകയായിട്ട് 1 മണിക്കൂറോളം ഇതുണ്ടായിരുന്നു. ഡ്രമ്മ് വായിച്ച് അയ്യപ്പ ഭക്തിഗാനം ഉണ്ടായിരുന്നു. ഞാൻ കുറേ നേരം കണ്ടു. പിന്നെ ഒരു 3 മിനിറ്റത്തെ ഒരു വീഡിയോ എടുത്ത് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഞാനൊരു വീഡിയോ കൂടെ രാത്രിയിൽ ചെയ്തിട്ടുണ്ട്, കാണണം. രാത്രി 8 മണി തൊട്ട് രാവിലെ 5:30 വരെ ഉള്ള വീഡിയോയാണ് അത്. ശബരിമലയിലെ രാത്രി കാഴ്ചകൾ. സ്വാമി ശരണമയ്യപ്പ. ആഴി. ചിലരൊക്കെ നെയ്ത്തേങ്ങ അവിടെ ഒഴിച്ചിട്ട് തേങ്ങ കൊണ്ടുവന്ന് ആഴിയിലിടും. ചിലരവിടെ തന്നെ ഇട്ടിട്ട് പോകും. ചിലർ നെയ്ത്തേങ്ങ തിരികെ കൊണ്ടുപോകുന്നവരുണ്ട്. ഈ ആഴി അരവണ വാങ്ങുന്ന ആ ഭാഗത്ത് തന്നെയാണ്. ഈ ആഴി എടുത്തോട്ട് വരാനെ കൊണ്ട്
18-ാം പടിയുടെ അവിടുന്ന് ഒരു അണ്ടർപാസ് ഉണ്ട്. ആ അണ്ടർപാസിൻ്റെ അകത്തോടെ വേണം ഇറങ്ങി പുറത്ത് വന്ന് അരവണമാണ്. 18-ാം പടിയുടെ നീണ്ട ക്യൂ ആണ്. ഇപ്പോൾ സമയം ഒരു 9-9:30 ആയതേ ഉള്ളൂ. നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ മഴയുമുണ്ട്. മഴ തോരുന്നേ ഇല്ല. ചന്നി നിൽക്കുക. സ്വാമി ശരണമയ്യപ്പ. സ്വാമി ശരണമയ്യപ്പ. സ്വാമിമാർ കരിക്കടിക്കുന്ന ഇനി കുറച്ചു നേരം കാണാം. കരിക്കടി തീരുന്നണം വരെ ഞാൻ ഒന്നും അനങ്ങുന്നില്ല. സ്വാമി ശരണമയ്യപ്പ. മഹാകാണിക്ക. ഈ മഹാകാണിക്കൻ്റെ ഈ സൈഡിൽ നിന്ന് നാളികേരം ഉടയ്ക്കാം. കുറേ അയ്യപ്പന്മാരെന്ന് പറഞ്ഞാൽ അത് പല പ്രാവശ്യം വന്ന് അറിയാവുന്നത് ഇതുവഴി അയ്യപ്പന്മാരെ കയറ്റി വിടും. അത് അങ്ങനെ കയറ്റി വിടുന്നല്ലോ, അവിടെ ഒരുപാട് അയ്യപ്പന്മാരെല്ലാം വന്നൊരു കൂട്ടം അങ്ങാകും. അന്നേരം തൊഴിലിറങ്ങി വരുന്നവർ ഈ അരവണ വാങ്ങാനൊക്കെ ഉണ്ട് അവിടെ വരും. പിന്നെ നാളികേരം ഉടയ്ക്കാൻ ആൾക്കാർ വരും. അന്നേരം അവിടെ മൊത്തത്തിൽ അങ്ങ് ബ്ലോക്കാവും. ആ ബ്ലോക്ക് ഒന്ന് കുറയ്ക്കാനൊക്കെ ഉണ്ട് കുറേശ്ശെ അയ്യപ്പന്മാരെ കയറ്റി വിടും. അത് പല പ്രാവശ്യം വന്ന് പരിചയമുള്ളവർക്കേ അത് അറിയത്തുള്ളൂ. പലരും അറിയാവുന്നവർ പലരും ക്യൂ നിൽക്കത്തില്ല. നേരെ നടപ്പന്തൽ വഴി ഇങ്ങനെ വന്ന് ആ സ്റ്റേജിൻ്റെ അതുവഴി കയറി ഇവിടെ വരും. അങ്ങനെ നമ്മൾ സന്നിധാനത്തെത്തി. സന്നിധാനത്തിൽ നല്ല നീണ്ട ക്യൂ ആണ്. അതുകൊണ്ടോ സ്വാമി ശരണമയ്യപ്പ. ആ കുഞ്ഞിനെ തുലാഭാരമായിരുന്നു. കുഞ്ഞിനെ ആ തട്ടയെ കിടത്തിയത് ഞാൻ എടുത്തില്ല. കാര്യം യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ചിലപ്പം പണി കിട്ടിയാലോ എന്നോർത്തു. കുഞ്ഞിനെ മാത്രം തുലാഭാരം നടത്തുമ്പോൾ കുഞ്ഞിനെ മാത്രമാണല്ലോ കിടത്തിയേക്കുന്നത്. അതുകൊണ്ട് തുലാഭാരം കഴിഞ്ഞ് കുഞ്ഞിനെ അങ്ങോട്ട് കയ്യിലേക്ക് എടുത്ത് അത്ര എടുത്തുള്ളൂ വീഡിയോ. കാരണം എനിക്ക് ഈ പമ്പയിലെ ഒരു വീഡിയോ ഞാൻ ഇട്ടു, അയ്യപ്പന്മാർ കുളിക്കുന്നു. അതൊരു മേടമാസത്തെ ആയിരുന്നു. 10,000-കണക്കിന് അയ്യപ്പന്മാരുണ്ടായിരുന്നു. അതിലെന്തോ പ്രശ്നം വന്നു. 90 ദിവസം എനിക്ക് പണി കിട്ടിയത്. ആ ഒരു പേടി എപ്പോഴും ഉണ്ട്. ഇപ്പോൾ അതുകൊണ്ട് ഒരു കുഞ്ഞിന് ചോറ് കൊടുക്കുന്നു. നമ്മൾ ആ 18-ാം പടി അങ്ങോട്ട് കയറി അയ്യപ്പസ്വാമിയെ നേരിട്ട് കയറി കാണുന്ന അവിടെയാണ് ഇരിക്കുന്നവർ. അവിടെ ഇരുന്ന ചോറ് കൊടുക്കുന്നു. പിന്നെ എനിക്കൊരു ഭാഗ്യം കൂടെ കിട്ടി കേട്ടോ, അത് വേറെ സത്യം. ഇതെല്ലാം കഴിഞ്ഞ് പോലീസുകാർ അവിടെ എല്ലാം അങ്ങ് ആൾ കൂടി, അവരുടെ ബന്ധുക്കളും ഒക്കെ ഉണ്ട്. പിന്നെ വന്ന അയ്യപ്പന്മാരൊക്കെ ഇത് കാണാനെ കൊണ്ട് നിന്നു. ആ കൂട്ടത്തിൽ എന്നെയും തള്ളി അകത്തോട്ട് കയറ്റി വിട്ടു. അങ്ങനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അതുവഴി കയറുന്നത്, അതുവഴി അങ്ങോട്ട് കയറി കാണുന്നത് നെയ്യഭിഷേകമാണ്. അയ്യപ്പസ്വാമിയെ കുളിർക്കെ കണ്ടു, തൊഴുതു, സങ്കടങ്ങളൊക്കെ പറഞ്ഞു. അതായത് നമ്മൾ നെയ്യഭിഷേകത്തിന് കൊടുത്തിട്ട് നെയ്യ് കിട്ടുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ആ ഒരു ചെറിയൊരു കഥകളുണ്ടോ, ആ നിൽക്കുന്ന എല്ലാം നെയ്യഭിഷേകത്തിന് കൊടുത്ത് നെയ്യ് മേടിക്കാൻ നിൽക്കുന്ന അയ്യപ്പ ഭക്തരാണ്. അതുവഴിയാണ് നെയ്യ് കിട്ടുന്നത്. ടോക്കൺ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തോട്ട് കയറ്റി വിടുന്നത്. അവിടെ എല്ലാം നിറച്ച് പോലീസുകാരാണ്. ചുമ്മാതെ ഇന്ന് കയറാൻ പറ്റത്തില്ല. ആ ടോക്കൺ അവരെ കാണിക്കുമ്പോൾ അവരങ്ങോട്ട് കയറ്റത്തുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കയറ്റി വിടത്തില്ല. അന്നേരം ഞാനെങ്ങനെ അപ്പുറത്ത് പോയെന്ന് ചോദിക്കില്ലയോ. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ അതെന്തോ എത്തി നോക്കി. അവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ ഒരാൾ അപ്പുറത്തോട്ട് അങ്ങോട്ട് ഇറങ്ങാൻ വന്നപ്പം ഞാൻ അതുവഴി പുള്ളിയുടെ കൂടെ അങ്ങ് ഇറങ്ങി.
നല്ല മാന്യനായൊരു പോലീസുകാരനായതുകൊണ്ട് ഒന്നും എന്നോട് പറഞ്ഞില്ല. അങ്ങനെ എനിക്കൊരു ഭാഗ്യവും കൂടെ കിട്ടി. അതുവഴി കയറി അയ്യപ്പസ്വാമിയുടെ നെയ്യഭിഷേകം കണ്ട് തൊഴാനും പറ്റി. സ്വാമി ശരണയ്യപ്പ. ഇതിന് മുമ്പേ ഞാൻ 2-3 പ്രാവശ്യം കയറി തൊഴുത ഒരു അനുഭവമുണ്ട്. അത് ഇപ്പം ഇതിൻ്റെ അകത്തൂടെ പറഞ്ഞാൽ അത് ശരിയാക്കുമെന്ന് തോന്നുന്നില്ല. സ്ത്രീ പ്രവേശന സമയത്താണ്. അന്നേരം അതിനെപ്പറ്റി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. സ്വാമി ശരണയ്യപ്പ. അങ്ങനെ അയ്യപ്പ സന്നിധിയിലെ കാഴ്ചകളാണ് ഇത്. കന്നിമാസത്തിൽ മാസപൂജയ്ക്ക് പോകുമ്പോൾ അധികം തിരക്കൊന്നുമില്ലാത്ത ടൈം കണ്ടെത്തി സമയമെടുത്ത് വിശദമായിട്ടുള്ള ഒരു വീഡിയോ എടുക്കണം. പടിപൂജ അങ്ങനെയൊക്കെ ഉള്ള എല്ലാം എടുക്കണം. സ്വാമി ശരണയ്യപ്പ. ഇവിടെ വന്ന എല്ലാവരും വീഡിയോ എടുപ്പും ഫോട്ടോ എടുപ്പും ഒക്കെയാണ്. മറ്റുള്ള അയ്യപ്പന്മാരെ ഞാൻ കുറ്റം പറയുമല്ല, ഞാനുൾപ്പെടെ ഇന്ന് വീഡിയോ എടുക്കാം. പോലീസുകാരാണെങ്കിൽ ഓരോരുത്തരെ തള്ളി 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 അവരുടെ വശക്കേട് വരിക, വീഡിയോ എടുക്കല്ലെന്ന് പറയുക. എത്ര പേരോട് പറയാനാ? 10,000-കണക്കിന് ആൾക്കാർ വന്ന് നിൽക്കുന്നിടത്ത് എന്നോട് പോലീസുകാർ പറഞ്ഞു ക്ഷീണിച്ച് ചിരി വന്നു. കാര്യം ഞാൻ പോലീസുകാരനെ കണ്ടപ്പം അതൊക്കെ ക്യാമറ അതിനകത്ത്. അന്നേരം അതേപോലെ ഓർത്ത് ഞാൻ മാന്യനായിട്ട് നിൽക്കുവാണ്. ഞാനും വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുക. സ്വാമി ശരണയ്യപ്പ. സ്വാമി ശരണയ്യപ്പ. ഈ സന്നിധാനത്തു നിന്ന് ഇറങ്ങുക. നമ്മൾ സന്നിധാനത്തു നിന്ന് ഇറങ്ങി ആ നെയ്യെല്ലാം ഒഴിച്ചിടുന്നുണ്ട്. ഇവിടാണ് അവലും മലരും ഒക്കെ കൊണ്ടിരുന്നവരൊക്കെ ഇടുന്നത്. അതുകൊണ്ട് ഇതുവഴി അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കത് കാണാം. ഈ ടിന്ന് കണ്ടോ? ടിന്നല്ലാതെ ഒരു സൈഡ് ഡിസൈൻ ഒക്കെ ചെയ്ത് എന്തൊക്കെയോ ഡെക്കറേഷൻ വർക്കൊക്കെ ഉള്ളൊരു സൈഡിൽ ടിന്ന അതിലേക്ക് നിക്ഷേപിക്കാം. എന്നിട്ട് നമ്മൾ ഇതുവഴി നേരെ ഇറങ്ങുന്നത് മാളികപ്പുറത്തോട്ടാണ്. ഇതാണ്ട് കണ്ടോ? അത് വന്ന് ദേവസ്വം ബോർഡുകാർ തന്നെ എടുത്ത് മാറ്റിക്കോളും. പലർക്കും അറിയത്തില്ല മാളികപ്പുറത്തോട്ട് ഇറങ്ങുന്ന വഴിക്കാണ്. അത് സിവിൽ ക്യൂ ആണ് നിൽക്കുന്നത്. നമ്മളിവിടുന്ന് കാണുന്ന കണക്കല്ല, ഇത് ഓരോ സെല്ലാട്ടാണ് അതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ആയിരക്കണക്കിന് ഭക്തന്മാർ നിൽപ്പുണ്ട്. ഇത് നെയ്യഭിഷേകത്തിൻ്റെ നാളെ കയറി പോകുന്ന സ്റ്റെപ്പാണ്. അതാണ് കണ്ടോ? അവിടെ തുറന്നിട്ടില്ല, അവിടെ കുറച്ച് പേര് അവിടെ നിൽക്കുന്നുണ്ട്. സ്വാമി ശരണയ്യപ്പ. ഇനി നമുക്ക് മാളികപ്പുറത്തെ വിശേഷങ്ങൾ കാണാം. വൃശ്ചികമാസത്തിലെ സീസൺ സമയമാകുമ്പോൾ ഇതുവഴി വേണം സിവിലിൽ കയറി തൊഴാനെ കൊണ്ട് ഇവിടുന്നേ നിൽക്കണം. ഇത് ഓരോരോ അറ പോലെ കമ്പി കൊടുത്തേക്കോ, ഇങ്ങനെ കറങ്ങി വരണം. അതായത് നടപ്പന്തലിലെ അതേപോലെ തന്നെ. സ്വാമി ശരണയ്യപ്പ. അങ്ങനെ മാളികപ്പുറത്ത് വഴിപാടുകാർ തേങ്ങ ഉരുട്ടുന്നു. തേങ്ങ ഉരുട്ടുകാരിന്ന് കുറവാണ്. സാധാരണ അതുവഴി തേങ്ങ ഉരുട്ടുകാരുടെ ബഹളമാണ്. നമ്മൾ ശ്രദ്ധിച്ചോണം അവിടെ നിൽക്കുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ ഈ തേങ്ങ ഉരുട്ടി നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല, ഉരുട്ടാതെ അങ്ങോട്ടേലൊക്കെ പോവും. നമ്മളന്നേരം നടന്നു വരുമ്പോൾ ഇത് ശ്രദ്ധിക്കാതെ അതേ കയറി ചവിട്ടും, മറഞ്ഞ് വീഴും. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇപ്പം അവിടെ അധികം ആളില്ലാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവിടെ ഭയങ്കര ആളാണ്. ഇവിടെ കുറേ ഭക്തന്മാർ കൊണ്ടുവന്ന് മഞ്ഞപ്പൊടി ഇടും. മഞ്ഞപ്പൊടി യഥാർത്ഥത്തിൽ നിക്ഷേപിക്കുന്ന അവിടെ അല്ല, അത് വേറെ സാധനമുണ്ട് മഞ്ഞപ്പൊടി ഇടാനുമുണ്ട്. ചിലരൊക്കെ കൊണ്ടുവന്ന്
ആർക്ക് ഇഷ്ടമുള്ളിടത്ത് അങ്ങ് ഇടുക. ഇതിൽ നിന്ന് ചില അയ്യപ്പ ഭക്തർ അതിൽ നിന്ന് വാരിക്കൊണ്ട് പോകുന്നുണ്ട്, വീട്ടിൽ കൊണ്ടുപോകാനൊക്കെ ഉണ്ട്. വേണ്ട തേങ്ങ ഉരുട്ടണം. തേങ്ങ ഉരുട്ടി പ്രദക്ഷിണം വെക്കുക. പ്രദക്ഷിണം വെച്ച് അവിടെ ആ തേങ്ങ ഇട്ടിട്ട് പോകും. അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ ഇടാനൊക്കെ വേറെ സ്ഥലമുണ്ട്. അവിടെ സ്വാമി ശരണയ്യപ്പ. മാളികപ്പുറം. സ്വാമി ശരണയ്യപ്പ. മാളികപ്പുറത്തമ്മേശ്വരം. ഇനി പുറത്ത് മണിമണ്ഡപം. പന്തളരാജ. ഇതാണ് മണിമണ്ഡപം. അവിടെയും കൊണ്ടുവന്ന് ഇതോണൊക്കെ ഭസ്മം പൊട്ടിച്ചിടുന്നവരുണ്ട്. പിന്നെ ചില ഭക്തരൊക്കെ വന്ന് അവിടുന്ന് വാരിക്കൊണ്ട് പോകുന്നുമുണ്ട് വീട്ടിലേക്ക്. അത് പാണം പാട്ടുകാരാണ്. നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇതിലെ ചെണ്ട കണ്ട വെച്ച് കൊട്ടി പാടി നമ്മുടെ ദോഷങ്ങളെല്ലാം അകറ്റും എന്നാണ് പറയുന്നത്. അങ്ങനെ മാളികപ്പുറത്തെ വിശേഷങ്ങളും കഴിഞ്ഞു. വെർച്വൽ ക്യൂ അല്ല, സിവിൽ ക്യൂ. ഇനി കന്നിമാസ പൂജയ്ക്ക് നട തുറക്കുമ്പോൾ ഉള്ള വിശേഷങ്ങൾ എടുത്ത് വീഡിയോ ആയി ചെയ്യാം. അന്ന് ഞാൻ തിരക്കില്ലാത്ത സമയത്താണ് വരുന്നത്. നല്ല വീഡിയോ എടുക്കണം. സ്വാമി ശരണയ്യപ്പ.